അതിനു മുമ്പ് ഫസ്റ്റ് ഒരു താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടത്? ഇതിനകത്ത് പ്ലസ് പോയിന്റ്സ് അല്ലാതെ ഒരു മൈനസ് പോയിന്റ് ഇല്ല. താങ്ക് യു. താങ്ക് യു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും സ്വന്തം ശരീരത്തിനെ പറ്റി ചിന്തിക്കാതെ ഇത്രയധികം കളിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്ക് യു ജി. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, ഇതുപോലെ ഒരു അനിയനും അനിയത്തിയൊക്കെ ഉണ്ടാണെന്ന് ആഗ്രഹം തോന്നിപ്പോയി. താങ്ക് യു വെരി മച്ച് ചേച്ചി. നമ്മളെ കണ്ണ് നിറഞ്ഞു പോകുന്ന അറിയില്ലേ, അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ എം സോ ഹാപ്പി. എന്തൊക്കെയാണ് ആ സൈറ്റ് അടിക്കണ എക്സ്പ്രഷൻ, ഒരു വേവ് ചെയ്തില്ലേ, ഒന്ന് കാണിച്ച ചേച്ചി. വാവ് വാവ്, എന്തായിരുന്നു അതൊക്കെ? ബോൺസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പ്രാക്ടീസ്, ഓൺലി പ്രാക്ടീസ്. ബോൺസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവൾക്ക് എല്ലാ ബോണും ഉണ്ട്. അവൾക്ക് കാലുവേനയും കൈവേനയും ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്രാക്ടീസ്. യെസ്, നമിച്ചു. ഇത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കാന്നല്ലാതെ ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതൊന്നും പെർഫോം ചെയ്തിട്ടില്ല, ഇനി അത് ചെയ്യാൻ പറ്റൂല. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ ട്രീറ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. അരവിന്ദ് ചേട്ടാ, all the best for the other rounds because നിങ്ങൾ ഈ റൗണ്ടിലെ കലക്കി. The choreographer must be very happy. നിങ്ങളെ പോലെ ഒരു രണ്ട് കണ്ടസ്റ്റന്റ് അവർ കിട്ടി, അത് ഒരു പെരിയ പ്ലസ് പോയിന്റ് ആണ്. എന്താ അറിയോ, ഇതിന്റെ മെയിൻ പോയിന്റ് ഈ ഇവിടെ നിങ്ങൾ കളിക്കുന്ന ഡാൻസ് നിങ്ങൾ കൊറിയോഗ്രാഫ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ആ ഗിഫ്റ്റിന് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ സഞ്ജു മാമ അഭിലേഷ് സാറാണ്, അവർക്ക് വലിയൊരു താങ്ക്സ്. വരാൻ പറ്റോ? സഞ്ജു അഭിലേഷ് വരാൻ പറ്റോ? വരൂ, സ്റ്റേജിലേക്ക് കാണട്ടെ. നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ്. അരവിന്ദ് പറഞ്ഞ പോലെ ഇത്രയും നല്ല സ്റ്റുഡൻസിനെ കിട്ടിയത് അല്ലേ? ശരിക്കും തോന്നുന്നില്ലേ? ഇവരെ പഠിപ്പിക്കാൻ വളരെ ഈസി ആണോ? അധികം ടൈം ഒന്നും വിളിക്കേണ്ടി വരാറില്ല. സെക്കൻഡ് ടൈം ഒരു പെർഫോമൻസിന് ഇവർ വന്നിരുന്നു. ഷിഫാനെ പഠിപ്പിക്കാൻ എങ്ങനെയാണ്? ഭയങ്കര ഈസിയാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. ടഫായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആയിരിക്കും. കാണിച്ചു കൊടുത്താലും ജസ്റ്റ് 5 seconds, that's it, അത്രേ ഉള്ളൂ. ഇറ്റ് വാസ് വെരി വെരി ഗുഡ്. കൊറിയോഗ്രാഫർ അവിടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഹെവിനെസ് അവർ നമ്മൾ പഠിപ്പിക്കാൻ പറ്റില്ല, ജസ്റ്റ് നമ്മൾ ഡാൻസ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ കൊറിയോഗ്രാഫറിന്. അവരുടെ ടാലന്റ് ആണ്. ഇറ്റ്സ് ദ ക്രെഡിറ്റ് ഗോസ് ടു വാട്ട് ദ ക്രെഡിറ്റ് ഗോസ് യു ഹാവ് ഗിവൺ, ഇറ്റ്സ് ഫോർ യുവർ കൊറിയോഗ്രാഫർ. നിങ്ങൾ ഒരു ജീവൻ കൊടുത്തപ്പോഴാണ് കൊറിയോഗ്രാഫർക്ക്. സോ അതാണ് നിങ്ങൾ എല്ലാ കണ്ടസ്റ്റന്റുക്കും പറയുന്നത്. അവരുടെ കൊറിയോഗ്രാഫേഴ്സ് അവരുടെ ഫുൾ എനർജിയാണ് കൊടുത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അത് മൈൻഡിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റാണ് കൊറിയോഗ്രാഫർക്ക് വലിയ ഗിഫ്റ്റ്. പിന്നെ they can also become a good choreographer in future. So all the best to the choreographers and very good performance. Keep it up. All the best. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയെന്താ അറിയോ, ഒരുപാട് പേര് നമ്മൾ പറയില്ലേ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ നല്ലോണം പഠിച്ച പക്ഷെ പരീക്ഷ ഹാളിൽ ചെന്നപ്പോൾ മറന്നുപോയി എന്ന് പറയുന്ന പോലെ നന്നായി പുറത്ത് സ്റ്റേജിലല്ലാതെ പുറത്ത് പെർഫോം ചെയ്യുന്ന ഒരുപാട്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ തകർത്ത് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ കളിക്കണമെങ്കിൽ എന്താ വേണ്ടെന്നറിയോ? ഗുരുത്വം. അതായത് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇവർക്ക് രണ്ടുപേർക്കും ഈശ്വരൻ വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഗുരുത്വത്തിനെയാണ് അവർക്ക് ഇത്ര നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അഭിനയിക്കുമ്പോഴാണെങ്കിലും ഈ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അത്ര സെക്കൻഡിലേ ഉള്ളൂ അഭിനയം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നിരുന്നിട്ട് അതങ്ങനെ ചെയ്യാമായിരുന്നു ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം, ആ ഗുരുത്വം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും നന്നായി ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെയാണ് ഗുരുത്വം ഒന്നുള്ളത് വേണ്ടുവോളം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ഒരു സിംഗിൾ ബീറ്റ് പോലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കണ്ണിന്റെ എവിടെയും പോലും പെടാതെ അത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് വണ്ടർഫുൾ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. അനന്യ ചേച്ചി, എന്താ പറയാ, ഞാനിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടോണ്ടിരിക്കുക. എനിക്ക് അത്ര ഇഷ്ടമായി ആ ഒരു നിങ്ങൾ കളിക്കുമ്പോ. എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് കൂവായിരുന്നു. എനിക്ക് നിങ്ങൾ ഇനിയും എനർജി കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയാ
ഒരു എനർജി ഞാനും കൂടെ ഇരുന്ന് തന്നോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മക്കളെ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. താങ്ക് യു നവ്യ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഗുരുക്കന്മാരെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അതിൽ കൂടുതൽ സ്നേഹിക്കുക. കാരണം എന്ന് വെച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, എവിടെ പോയാലും ആരുടെ കയ്യിൽ നിന്നും കിട്ടില്ല. അവരിത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മതി, നമുക്ക് അത് മതി, നമ്മുടെ ഫുൾ ലൈഫ് ലോങ് അത് മതി. എന്തായാലും നിങ്ങൾ മനോഹരമായിട്ട് കളിച്ചു. എനിക്കറിയില്ല, എനിക്ക് നിങ്ങളിൽ തന്നെ പഠിക്കാനുണ്ട് ഞങ്ങൾക്ക്. ഞാനൊക്കെ ഇപ്പൊ വരുന്ന ആരും ഇത്രയൊന്നും കളിക്കില്ല. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് മാർക്ക് ഇടുമ്പോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നിങ്ങളുടെ രണ്ടുപേരുടെയും എഫേർട്ടാണ് ശരിക്കും ഈ കുട്ടികൾ ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേജിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തന്നത്. ഒരുപാട് താങ്ക്സ്. അതിനുവേണ്ടി എൻ്റെ ഒരു ചെറിയ സന്തോഷം. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. റംസാൻ ആൻഡ് ഷിഫാന, ഇതിൽ കൂടുതൽ എന്ത് വേണം നിങ്ങൾക്ക്? മാർക്ക് വേണം. അതെന്തായാലും വേണം. ലവ്ലി ലവ്ലി, മാർക്ക് തരാം. എനിവേസ് താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ വെറൈറ്റി പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരാം. Now let's ask our parents, അല്ലേ? ഷാജി അങ്കിൾ. റംസാൻ, ഷിഫാന, എക്സലന്റ്, ഒന്നും പറയാനില്ല, മാത്രം എൻജോയ് ചെയ്തു. 5 മാർക്ക്. താങ്ക് യു. 5 on 5. ബിന്ദു ആന്റി. ഹായ് റംസാൻ ആൻഡ് ഷിഫാന. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളുടെ പെർഫോമൻസ്. എക്സ്പ്രഷന്റെ ട്യൂനാണല്ലോ ഷിഫാന. താങ്ക് യു. 5 out of 5. താങ്ക് യു ആന്റി. ശ്രീകുമാരി ആന്റി. വളരെ നന്നായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ്. 5 മാർക്കല്ലേ തരാൻ പറ്റൂ. സോ 5 out of 5. താങ്ക് യു. So 15 on 15. 100 ൽ 15 കിട്ടി. ഓക്കെ, എന്നാ ശരി, വീട്ടിൽ പോയിക്കോ. അല്ല ബാക്കി പാരന്റ്സ് ഉണ്ടല്ലോ. ബാക്കി എന്തിനാ 15 ഒക്കെ പോരെ? വേണ്ട. മതി. വേണ്ട. ആ, എന്നാലും നമുക്ക് ചോദിക്കാം. നവ്യ ചേച്ചി on 35. ഫുൾ മാർക്സ് എടുത്തോളൂ. ഫുൾ മാർക്സ് എടുത്തോ എന്ന് സ്വാഗതത്തിൽ പറയുന്ന പോലെ ഉണ്ട്. ഫുൾ മാർക്സ് ഫോർ യു പീപ്പിൾ മാൻ. താങ്ക് യു. എൻജോയ്. താങ്ക് യു താങ്ക് യു 100 on 100. താങ്ക് യു. അങ്ങനെ ഈ പെർഫോമൻസിന് 100 കിട്ടി. ഹാപ്പി ആയില്ലേ രണ്ടുപേരും? ഹാപ്പി. നിങ്ങളുടെ 3 പെർഫോമൻസും കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റേജിലെ 3 പെർഫോമൻസ്? നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഇതില് തന്നെ നല്ല മാർക്ക് കിട്ടി. റൊമാൻറ്റിക് റൗണ്ടിൽ നല്ല മാർക്സ് കിട്ടി അല്ലേ? എത്ര കിട്ടിയിരുന്നു? 95 കിട്ടി. 95. ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ 95. 95. ഇതിൽ 100. 100. കൂൾ, നല്ല സ്കോർസ് ആണ്. ഇതുപോലെ തന്നെ അടുത്ത സ്റ്റേജിലും പെർഫോം ചെയ്യണം തീർച്ചയായിട്ടും. രണ്ടുപേരും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.